നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി സ്ഥാനമൊഴിഞ്ഞു. UDFിലെ ധാരണ പ്രകാരമാണ് രാജി. തികഞ്ഞ സംതൃപ്തിയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്ന് മാത്യൂസ് വർക്കി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDF മുന്നണിയിലെ മുൻ ധാരണപ്രകാരമാണ് പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി സ്ഥാനമൊഴിഞ്ഞത്. പായിപ്ര പഞ്ചായത്തിലെ 19ാം വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് മാത്യൂസ് വർക്കി. കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിയിൽ 3 വർഷമാണ് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടായിരുന്നത്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും സമഗ്രമായ വികസനം നടത്താൻ സാധിച്ചുവെന്ന് മാത്യൂസ് വർക്കി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പായിപ്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 14 വാർഡുകൾ എണ്ണിയപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് 4 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 10 സീറ്റും, പിന്നീടുള്ള 8 വാർഡുകളിൽ ഒന്നുപോലും തോൽക്കാതെ ജയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി അവിടെ അധികാരത്തിൽ വന്നത്. സ്വാഭാവികമായും കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ഒരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും പൊളിറ്റിക്സിലുണ്ടാകും. നമുക്കറിയാം, കോവിഡിൻ്റെ പ്രതിസന്ധി അതിൻ്റെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും ആ പ്രവർത്തനങ്ങളെല്ലാം ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ വിമർശിക്കാൻ ഒട്ടേറെ പഴുതുകളുണ്ടാകും. ആ പഴുതുകൾ സമർത്ഥമായി വിനിയോഗിക്കുന്നതിലൊക്കെ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ആ പഴുതുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊക്കെ പ്രതിപക്ഷം നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിലും ഞങ്ങൾക്ക് ആ കോവിഡ് പ്രതിസന്ധിയിൽ ആ രോഗം ബാധിച്ച മുഴുവൻ ആളുകൾക്കും അതിന് ആവശ്യമായ മുഴുവൻ ചികിത്സാ സൗകര്യങ്ങളും ഒരു പരാതിക്കിടയും നൽകാതെ പായിപ്ര ഗവൺമെൻറ് UP സ്കൂളിൽ FLTC ആരംഭിച്ചും അതുപോലെ തന്നെ നമ്മുടെ മുടവൂര് കമ്മ്യൂണിറ്റി ഹാളിൽ DCC ആരംഭിച്ചുമൊക്കെ സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളം, റോഡുകൾ, തെരുവ് വിളക്കുകൾ, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക ആശുപത്രികൾ, അംഗൻവാടികളുടെ നവീകരണം, പഞ്ചായത്തിന് മുന്നിൽ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം തുടങ്ങിവെച്ച എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്നു വരുന്ന പ്രസിഡന്റിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരിക്കലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കൂടുതൽ നേരം ഇരിക്കണം എന്നെനിക്ക് താല്പര്യമില്ല. നമ്മൾ ഒരു പാർട്ടിയും മുന്നണിയും നമ്മെ ഏൽപ്പിച്ച ആ സമയത്ത് ഭംഗിയായി ഇരിക്കുക. ഇനി 2 വർഷക്കാലം UDFന് തന്നെയാണ് അവിടെ പ്രസിഡൻഷിപ്പ്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻഷിപ്പാണ്. തീർച്ചയായും ഒരു മുന്നണി സംവിധാനത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ട് പുതിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പവും എൻ്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഉപകരിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ച് ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകും. ഇനിയുള്ള 2 വർഷക്കാലം മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുക. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.